ഹായ് ഗൈസ്. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് അങ്ങനെ ഇന്നൊരു വിരാമം ഇട്ടു കേട്ടോ. ഞങ്ങൾ വെക്കേഷനായിട്ട് എങ്ങോട്ടും ടൂർ കൊണ്ടുപോയിട്ടില്ല എന്നുള്ള ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് യാദൃശികമായിട്ട് എന്നാൽ പിന്നെ നേരെ ഗോവക്ക് പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഗോവക്ക് പിടിക്കാനുള്ള ഈ പരിപാടി കേട്ടോ. അപ്പൊ ആരൊക്കെയാ പോന്നേ നിങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങളുടെ ഏട്ടനും അനിയനും എല്ലാരും കൂടി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വടകര ട്രെയിൻ കിട്ടിയില്ലേ. അപ്പോൾ പോകുന്ന പോക്ക് തന്നെ നമ്മൾ രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജിത്തേക്ക് എന്താ വേണ്ടത്? അപ്പൊ ഇവര് പറഞ്ഞ് ഇവർക്ക് ചപ്പാത്തി കുറുമക്കറി മതിയെന്ന്. ഞാൻ പറഞ്ഞു ചപ്പാത്തിയാന്ന് എനിക്ക് വേണ്ടേ, ഞാൻ നല്ല പൊതിച്ചോറ് കൊണ്ടിരുന്നു. ലാസ്റ്റ് നോക്കുമ്പോ രമ്യേച്ചെല്ലാം പറഞ്ഞ് ചപ്പാത്തി മതിയെന്ന്. ലാസ്റ്റ് എന്റെ ചോറിന്ന് കൈയിട്ട് വാരി തിന്നെന്നാണ് ഇവരെല്ലാവരും. അങ്ങനെ ഞങ്ങളിത് രാവിലെ പുലച്ചക്ക് 4 മണിയാകുമ്പോൾ നമ്മൾ മഡ്ഗോവ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ രാവിലെ 6 മണിക്കാണ് നമുക്ക് റൂം കിട്ടുള്ളൂ. അതുമാത്രമല്ല റൂമിലേക്ക് പോകാനുള്ള വണ്ടി നമുക്ക് കിട്ടുന്നതും 6 മണിക്കാണ്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നമ്മളെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടി കേട്ടോ. കണ്ടോ സമയം കണ്ടോ, കറക്റ്റ് ഇതാ 3:58 നമ്മളവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ നേരെ ഇതാ വെയിറ്റിംഗ് ഷെഡ് തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോഫകളാണ് ഇഷ്ടംപോലെയുള്ള. ഓരോ സോഫ കേട്ടോ പൈസ. അങ്ങനെ 2 മണിക്കൂർ നമ്മൾ ഇനി ഇവിടെ കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങി. അങ്ങനെ നേരം പരപരാ വെളുത്ത് വന്നപ്പോഴേക്കും നമ്മളിത് നേരെ പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിക്ക് വിളിച്ച് വണ്ടി പറഞ്ഞു, വണ്ടീൻ്റെ ടൈം പറഞ്ഞു 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ വണ്ടി എത്തിച്ചേരാന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും 1/2 മണിക്കൂറില്ലേ നമുക്ക് ആ സമയത്തേക്ക് ചെറുതായിട്ടൊരു ചായ കുടിക്കാന്ന് പറഞ്ഞ് നമ്മളിത് വടയും ചായ ആട്ടോ കുടിക്കുന്നേ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ, വട അടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് വണ്ടി വന്നു കേട്ടോ. നമുക്ക് എർട്ടിക്കാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. പെർ ഡേ 3000 രൂപ, ഒരു ദിവസത്തേക്ക് 3000 രൂപയാണ് നമ്മൾ വാടകയ്ക്ക്. നമുക്ക് ആവശ്യാനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാട്ടോ. ഇതെങ്ങനെയാകുമ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ നേരത്തെ റൂമിലേക്ക് എത്തി കേട്ടോ. ഇതാണ് നമ്മൾ എടുത്ത റൂം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റൂമാട്ടോ. ചെറിയ പൈസയുള്ള റൂമിനൊക്കെ 1500 രൂപയ്ക്ക് നമുക്ക് AC റൂമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതാ AC റൂം എന്ന് മാത്രമല്ല നമുക്ക് നമ്മളെപ്പോഴും റൂം എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക വെച്ചാൽ ബാത്റൂമിൻ്റെ വൃത്തിയാട്ടോ. ഇവിടെയൊക്കെയാണെങ്കിൽ ബാത്റൂമിനൊക്കെ അത്യാവശ്യം നല്ലക്കേടില്ലാത്ത നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുന്നുണ്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളിന്ന് ഇവിടെ എത്തിയ വിശേഷം മാത്രമായിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. ബാക്കി ഗോവയുടെ വിശേഷം നാളെ കാണിക്കാം കേട്ടോ.